Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപയാലാണ്. Today we live because of grace. ദൈവത്തിന്റെ ഗ്രേസ് ഇല്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയില്ല. Without God's grace, we cannot even go forward for 1 minute. God's unmerited favor. ദൈവത്തിന്റെ അർഹതയില്ലാത്ത പ്രീതി. We're going to talk about God's unmerited favor. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. Ephesians 2 verse 8 and 9 says, "For it is by grace you have been saved." രക്ഷ എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസത്താൽ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Salvation is something that we can receive by faith. എന്ത് ഈസിയാക്കിയ ദൈവം! How easy God has made it to be. നാം ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിലോ കാഴ്ച കാണാനോ കയറണമെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് ക്യൂ നിന്ന് വേണം അതിൽ കയറുവാൻ. If we go to a particular place or an organization, there in order to enter and see the place, we need to pay money and get a ticket. എന്നാൽ രക്ഷ കരസ്ഥമാക്കുവാൻ ക്യൂ നിൽക്കണ്ട, ടിക്കറ്റ് വേണ്ട, പൈസ വേണ്ട. ജസ്റ്റ് ബിലീവ്. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുകയും നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരും. However, in order to receive salvation, we do not need to buy that using money. All we need to do is just believe in Jesus Christ and receive His salvation, and then freely we can receive the gift of the forgiveness of sins and be born again. ലോകത്തിലുള്ള പല കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ഒന്നും ഈസി അല്ല. എല്ലാത്തിനും ഹാർഡ് വർക്ക് ചെയ്യണം, പണം കൊടുക്കണം, കാത്തിരിപ്പ് വേണം, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ യേശു നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ വഴികളും ടഫ് അല്ല, വളരെ ഈസിയായി, ഫ്രീ ആയി, അത് വിശ്വാസത്തിലൂടെ നാം ചിലത് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. In the things of the world, if we want to achieve anything or receive anything, it is very difficult. We need to work hard, pay money, struggle, wait, go through discipline. But however, to receive the things of God, in order to receive the gift of salvation through Christ, it is very easy. Jesus has made it so easy that we just need to believe in Him and take a step of faith and we can receive it. നാം എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് വേദനയും നിരാശയും കടന്നു വരും. When we don't have things going our way according to our expectation, we feel anxious and desperate. ഈ ലോകത്തിലെ എല്ലാം നഷ്ടമായാലും നമ്മുടെ നിത്യത ഒരിക്കലും നഷ്ടമാകരുത്. Even if we lose everything else in this world, we must never lose our eternity. നാം പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ഈ പാപം ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്തത് കർത്താവ് ക്ഷമിക്കുമോ എന്നൊരു ചോദ്യവുമായിട്ടായിരിക്കുന്നതെങ്കിൽ, നമ്മുടെ പാപം, നമ്മുടെ ജീവിതത്തിൽ വന്ന അപാകതകൾ, ഇതെല്ലാം കർത്താവ് ക്ഷമിച്ച് തൻ്റെ ചങ്കോട് നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. Many people are struggling with the thought and the condemnation that I've done many wrong things in life. Will God forgive me? But I want to tell you that you don't have to worry about that. You don't have to live in condemnation, because Lord Jesus has forgiven all your sins by His blood, and He has brought you close to His heart through His love. റിയൽ ആയിട്ട് നാം യേശുവിനെ സ്നേഹിക്കുക. We must really love Jesus. യേശു എത്ര നല്ലവനാണ്. Jesus is so good. നിങ്ങൾ ഇന്ന് പോകുന്ന എല്ലാ സ്ട്രഗിൾസും പൂർണ്ണമായിട്ട് മാറും. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. All the struggles you're going through today will be totally removed. Give your heart to Jesus. ഇന്ന് യേശുവിനോട് പറയുക, എൻ്റെ പാപമെല്ലാം അങ്ങ് ക്ഷമിക്കണമേ. Say this to Jesus today. Jesus, please forgive all my sins. കർത്താവ് നമ്മുടെ പാപമെല്ലാം യേശുവിന്റെ രക്തത്താൽ തുടച്ചു കളയും. Jesus will remove and cleanse away all our sins through His blood. നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാകാൻ പോകും.
Today you're going to become free. ഇന്ന് മുതൽ നിങ്ങൾ ഫ്രീ ആയി മാറും. From today onwards, you're going to become free. ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവേ, എന്റെ ഹൃദയം ഞാൻ അങ്ങയ്ക്കായി തരുന്നു എന്ന് പറയുക. Sit in the place where you are itself and say this to Jesus. Jesus, I give my heart to you completely. ദൈവത്തിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. The great hand of the Lord is opening up for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഇപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. Lord, I pray that you would cleanse and purify your children who are opening their hearts unto you right now. അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ. Let your glory come down upon them. യേശുവേ, Oh Jesus, ഈ വ്യക്തികൾക്ക് ഒരു വലിയ മാറ്റം കൽപ്പിക്കണമേ. Lord, command a great difference for these people. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. In the name of Jesus, I bless these people. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus Christ. നിങ്ങൾ ഈ യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ സകല പാപങ്ങളും മാഞ്ഞു കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ ജീവിതത്തിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നു, ഒരു പ്രൊമോഷൻ ആയിരുന്നു. ഗോഡ് ബ്ലസ് യു. I love you. If you accepted Jesus Christ as your Lord and Savior and opened your heart to Him, then all your sins have been cleansed and purified, and your name has been written in the book of life. And from now onwards, your life is going to change from a temporary worldly life to an eternal blessed life. നിങ്ങൾ ഈ വചനം കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. God bless you. When you hear this message, you must also kindly share it with other people also, so that they will be blessed and you will be blessed because of that. Amen.